لا يغرنك تقلب الذين كفروا في البلاد متاع قليل ثم مأواهم جهنم وبئس المهاد لكن الذين اتقوا ربهم لهم جنات تجري من تحتها الأنهار خالدين فيها نزلا من عند الله وما عند الله خير للأبرار فقد قال رسول الله صلى الله عليه وسلم ابن آدم خلقتك لعبادتي فلا تلعب فتقلت برزقه فلا تتعب فطلبني تجدني فإن وجدتني وجدت كل شيء وإن فتك فاتك الله فاتك كل شيء وأنا أحب إليك من كل شيء إلى آخر الحديث شفيعنا رسول الله അമ്പരമാകെ തിളങ്ങി വിളങ്ങും താരം നോക്കി രസിക്കും അമ്പിയ രാജാവിൻ തിരുമുഖമേ കാട്ടണേ ഇമ്പമതോടെ തുമ്പികളായി പാറും പുണ്യ സഹബ തമ്പിടുമാ തിരുമുന്ന ബഖീൽ ചേർക്കണേ ആ തിരുബന്ധം കൊണ്ടു നടന്നാൽ എന്തൊരു ചന്തം സുബ്ഹാനേ നബി തിരുഗന്ധം കൊണ്ടു മരിച്ചാൽ എന്തൊരു ഭാഗ്യം റഹ്മാനേ അമ്പരമാകെ തിളങ്ങി വിളങ്ങും ചാതൻ തന്നി വിളങ്ങും അമ്പിയ രാജാവിൻ തിരുമുഖമേ കാട്ടണേ ഇമ്പമതോടെ തുമ്പികളായി പാറും പുണ്യ സഹബ തമ്പിടും ആ പിരുതിരുന്ന മക്കീൽ ചേർക്കണേ കാതിർകത്തും റസൂലിന്റെ വരവത്തും കിനാവിന്റെ ദിനവും കാത്തിരിപ്പാണേ എന്നും കരകൊട്ടും സ്വലാത്തിന്റെ ഹരം കൊട്ടിട്ട ബീബിന്റെ മധുവും കേട്ടിരിപ്പാണേ എന്റെ മനസ്സന്ത് കുളിരാണേ സ്നേഹിച്ചാലുടനെ ഹൃദയത്തെ കവരുന്ന നോവിക്കാനറിയാത്ത തിരുദൂതരെ മോഹിച്ചാലടുത്തെ മനസ്സിനെ പുണരുന്ന ദ്രോഹിക്കാനറിയാത്ത മഹമുദരെ ബഹുമാനാദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ അല്ലാഹുവിന്റെ അളവറ്റ അപാരകാരുണ്യം കൊണ്ട് പരിശുദ്ധമായ റമദാൻ നമ്മളിൽ നിന്നും വിട്ടുപിരിയുകയും ലോകവിശ്വാസികളുടെ രണ്ട് ആഘോഷങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് ചെറിയ പെരുന്നാൾ. അതിൽ നമുക്ക് ഒരുമിക്കുവാനും അല്ലാഹു തൗഫീഖ് ചെയ്തു. ഇതുപോലെ നാളെ അല്ലാഹു അവന്റെ അനുഗ്രഹീത സ്വർഗ്ഗത്തിൽ നമ്മെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു മാസക്കാലം നമ്മൾ ചെയ്ത അമലുകളും നിസ്കാരങ്ങളും തറാവീഹുകളും മറ്റ് ദാനധർമ്മങ്ങളും ഹദിയകളും നോമ്പുതുറകളും എല്ലാം അല്ലാഹു അവന്റെ അളവറ്റ അപാര കാരുണ്യം കൊണ്ട് സ്വീകരിക്കുമാറാവട്ടെ. അതിനെല്ലാം ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു അർഹമായ പ്രതിഫലങ്ങൾ തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. സഹാബികൾ, പ്രവാചകന്മാരും സഹാബികളും 6 മാസം റമദാനിനു വേണ്ടി ദുആ ചെയ്യും. 6 മാസം റമദാനിന്റെ ആത്മനിർവൃതിയിൽ അവർ ജീവിക്കും. അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് കിട്ടിയ ഈ റമദാനിന്റെ ഒരു ആത്മീയ സുഖം, ആത്മീയ ചൈതന്യം അത് കളങ്കപ്പെടുത്താതെ മങ്ങലേൽക്കാതെ അതിനെ സൂക്ഷിക്കൽ ഓരോ വിശ്വാസിക്കും ബാധ്യതയാണ്. ഈ ഇരിക്കുന്ന നമ്മളെല്ലാവരും ഇന്ന് വളരെ കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് സുഭിക്ഷമായ ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിച്ച് തറാവീഹ് നമസ്കരിച്ച് നമ്മുടെ വീടുകളിലെല്ലാം സ്വസ്ഥമായും സ്വൈര്യമായും സമാധാനത്തോടെയും കിടന്നുറങ്ങിയപ്പോൾ അങ്ങകലെ
ഗസയിൽ കൊച്ചുകുട്ടികൾ ഈ റമദാനിൽ ഒരു തുള്ളി ജീവന് വേണ്ടി, ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി, അവരുടെ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി അവർ ഞെട്ടോട്ടം ഓടുന്ന കാഴ്ച. ധിക്കാരികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൂണ്ടപ്രയോഗം പോലെയാണ് ധിക്കാരികളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്. മീൻ കൊത്തുമ്പോൾ നമ്മൾ കുറച്ചുകൂടി അതിനങ്ങനെ അയച്ചു കൊടുക്കും. എന്തിനു വേണ്ടിയാ? അതൊന്ന് നല്ലതുപോലെ കൊത്തട്ടെ എന്ന് വിചാരിച്ച്. ഒരു മനുഷ്യനെയും അനീതി കാണിക്കുന്ന ഒരാളെയും ഇന്നോളം ഈ ഭൂമിയിൽ ഒരാളും അതിന്റെ അർഹമായ പ്രതിഫലം കൈപ്പറ്റാതെ മരണപ്പെട്ടിട്ടില്ല. അത് ധിക്കാരികളാണെങ്കിലും ഭരണാധികാരികളാണെങ്കിലും ഏതൊരു മനുഷ്യനാണെങ്കിലും നീതിയുടെ പടവാൾ അവരുടെ നേരെ ഉയരാതെ ഇവിടെ ഒരിക്കലും ഒരു സൂര്യനും അസ്തമിച്ചിട്ടില്ല. മ്യാൻമാർ എന്ന് പറയുന്ന ഇന്ത്യയുടെ അയൽവക്ക രാജ്യത്തെ നിങ്ങൾക്കറിയാമല്ലോ. മ്യാൻമാറിൽ 6-7 വർഷങ്ങൾക്ക് മുമ്പുള്ള റമദാനിൽ പത്രമാധ്യമങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു, JCB കൊണ്ട് കുഴി താത്തിയിട്ട് മുസ്ലിം സഹോദരങ്ങളോട് ജീവനോട് കുഴിച്ചു മൂടിയ മ്യാൻമാറാണ്. ഇന്ത്യയുടെ തൊട്ടയൽവക്ക രാജ്യമാണ്. 90% ഹൈന്ദവര് ജീവിക്കുന്ന വലിയൊരു രാജ്യമാണ്. ഒരുപാട് വലുതല്ലാത്ത രാജ്യമാണ്. ഈ രാജ്യത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഭൂകമ്പം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? 350-ലധികം ആണവ ബോംബുകൾ പതിച്ചതിന് സമാനമാണ്. 350ഓളം ആറ്റം ബോംബുകൾ, ആണവ ബോംബുകൾ പതിച്ചാൽ എങ്ങനെയാണെന്നറിയാമോ? ഒരു അണുബോംബ് പോലും പതിച്ചാൽ അത് താങ്ങാൻ പറ്റാത്തിടത്താണ് 350ഓളം അണുബോംബുകൾ, ആണവ ബോംബുകൾ പതിച്ചാൽ എങ്ങനെയാകുമോ? അതുപോലെ അല്ലാഹു തആല 2-3 ദിവസങ്ങൾ കൊണ്ട് നാമാവിശേഷമാക്കി കളഞ്ഞു. ധിക്കാരികളെ അല്ലാഹു തആല പിടികൂടുന്നത് ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളും ഫലസ്തീനിലെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് അല്ലാഹു തആല ഉടനടി അത് സ്വീകരിക്കാത്തത്? അല്ലാഹു സ്വീകരിക്കുമെന്നതിൽ ഒരാൾക്കും ഒരു തർക്കവും വേണ്ട. ബനൂ ഇസ്രായേലിലെ ഫറോവ മൂസാ നബിയുടെ കയ്യാലെ താൻ മരണപ്പെടുമെന്നറിഞ്ഞപ്പോൾ ബനൂ ഇസ്രായേലിലെ 70,000 കുട്ടികളെയാണ് ഫറോവ കൊന്നു കളഞ്ഞത്. ബനൂ ഇസ്രായേലിൽപ്പെട്ട താൻ കണ്ട ഒരു സ്വപ്നമാണ്. എന്താണ് കണ്ട സ്വപ്നമെന്നറിയാമോ? ബനൂ ഇസ്രായേലിൽ ജനിക്കുന്ന ഒരു ആൺകുട്ടിയുടെ കയ്യാലെ ഫറോവയെ നീ കൊല്ലപ്പെടുമെന്ന സ്വപ്നം കണ്ടപ്പോൾ അവന് നിലനിൽപ്പുണ്ടായില്ല. മുസ്ലിമീങ്ങളുടെ വളർച്ചയിലും അവരുടെ ഉയർച്ചയിലും അവരുടെ ഈമാനിലുമുള്ള അസൂയ കൊണ്ട് അവനൊരു നിയമം അവിടെ കൊണ്ടുവന്നു. നാളെ പ്രഭാതം മുതൽ ഈ നാട്ടിൽ ആൺകുഞ്ഞായി ഏതൊരു കുട്ടിയും ബനൂ ഇസ്രായേലിൽ പിറന്നു കഴിഞ്ഞാൽ അവനെ ജീവനോടെ തന്നെ കുഴിച്ചു മൂടണമെന്നാണ് സാക്ഷാൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ധിക്കാരിയായ ഭരണാധികാരി നടപ്പിലാക്കിയത്. ഏതൊരു ഗർഭിണിയായ പെണ്ണിന്റെയും അടുക്കൽ 2 പാറാവുകാരെ നിർത്തിയിട്ട് പ്രസവിച്ച കുഞ്ഞാണാണോ പെണ്ണാണോ എന്ന് നോക്കിയിട്ട് ആണാണെങ്കിൽ തൃശൂലം കൊണ്ട് കുത്തിക്കൊന്നിരുന്ന ഫറോവയെ അല്ലാഹു തആല നഷ്ടപ്പെട്ടതാണ്, അവനെ നശിപ്പിച്ചത് എങ്ങനെയാണ്? ലോകത്തുള്ള എല്ലാ ധിക്കാരികൾക്കും അതൊരു പാഠമായിട്ടാണ്. നോക്കൂ നിങ്ങൾ, ഗാസയിൽ 2.3 ദശലക്ഷം നിവാസികളാണ് അവിടെ താമസിക്കുന്നത്.
അതിൽ പകുതിയോളം കുട്ടികളാണ്. കഴിഞ്ഞ 17 മാസത്തിനിടെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ അവരുടെ വീടുകൾ തകർക്കുകയും അവർ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാലയങ്ങൾ നശിപ്പിക്കുകയോ അവർക്ക് ചികിത്സ സൗകര്യം ഒരുക്കുന്ന ഹോസ്പിറ്റലുകൾ തകർക്കുകയും ചെയ്തു. ഒരൊറ്റ യുദ്ധത്തിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേരെ അക്രമം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് അന്താരാഷ്ട്ര നിയമമുള്ളത്. ഒരു ആശുപത്രിക്കും നേരെയും അക്രമം ഉണ്ടാവാൻ പാടില്ല എന്നുള്ള നിയമമാണ് കാറ്റിൽ പറത്തിയിട്ട് അക്രമങ്ങൾ അഴിച്ചുവിടുന്നത്. ജീവൻ നഷ്ടപ്പെട്ട പൊന്നോമനകൾ കിടന്ന് പിടയ്ക്കുന്നത്, ജീവൻ പകുതി നഷ്ടപ്പെട്ട പൊന്നോമനകൾ കിടന്ന് പിടയ്ക്കുന്നത് ഒരു മുസ്ലിമെന്നല്ല, മനസ്സിൽ ഹൃദയമുള്ള ഒരൊറ്റ മനുഷ്യനും സഹിക്കാൻ പറ്റുന്നതല്ല. ഗാസയിലെ ഓരോ 45 മിനിറ്റിലും ഒരു കുട്ടിയെ വീതമാണ് നെതന്യാഹു എന്ന ധിക്കാരിയായ ഭരണാധികാരി കൊന്നൊടുക്കുന്നത്. ഓരോ 45 മിനിറ്റിലും ഒരു കുഞ്ഞിനെ അവര് കൊന്നുകളയുന്നു. മാത്രമല്ല, അൽ ജസീറ റിപ്പോർട്ട് ചെയ്ത ഒരു കണക്ക് ഇവിടെ വായിക്കാം. കഴിഞ്ഞ 535 ദിവസത്തിനുള്ളിൽ പ്രതിദിനം ശരാശരി കൊല്ലപ്പെടുന്ന കുട്ടികൾ 30ആണ്. 2023 ഒക്ടോബർ 7 മുതൽ ഇന്നോളം 17,400 കുട്ടികളെ അവർ കൊന്നിട്ടുണ്ട്. ഒന്ന് നോക്കൂ, കൊച്ചുകുട്ടികളോട് യുദ്ധം ചെയ്യരുതെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതല്ലേ? പെണ്ണുങ്ങളോട് നിങ്ങൾ യുദ്ധം ചെയ്യരുതെന്ന് പഠിപ്പിച്ചതല്ലേ? കാരണവന്മാരായ പ്രായം ചെന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്യരുതെന്ന് പഠിപ്പിച്ചവരല്ലേ? കാരണം അവർ ദുർബലകളാണ്, അവർ അബലകളാണ്, അവർ കഴിവില്ലാത്തവരാണ്. ഏതൊരു മത്സരത്തിലും നോക്കൂ നിങ്ങൾ, ആണും പെണ്ണും കൂടി ഒരു മത്സരമില്ല. കാരണം ആണിന്റെ ആരോഗ്യമല്ല പെണ്ണിനുള്ളത്. ഏത് മത്സരത്തിലും നോക്കിക്കോ, ആണും തമ്മിലാണ്. ഗുസ്തിയാണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും ആണുങ്ങൾ തമ്മിലാണ് മത്സരം. അല്ലാതെ ആണുങ്ങൾ കൊച്ചുകുട്ടികളായിട്ട് മത്സരിക്കാറില്ല. അതിന് മത്സരം എന്നല്ല പറയുന്നത്, അതിന് ഭീരുത്വമെന്നാണ് പറയുന്നത്. കൊച്ചുകുട്ടികളോട് നമ്മൾ വലിയ മുതിർന്നവർ എങ്ങനെയാണ് അണുബോംബായി കളിക്കാൻ പോകുന്നത്? അത് ആണത്തമല്ല, അത് ഭീരുത്വമാണ്. ഫറോവക്കുണ്ടായ അതേ ആശങ്കയാണ് ഫലസ്തീനിന്റെ കുട്ടികളുടെ ചോര കുടിച്ചു നിർത്തുന്ന ആ നെതന്യാഹു എന്ന് പറയുന്ന ധിക്കാരിക്ക്. ഏത് നെതന്യാഹു? അമേരിക്ക എന്ന മനുഷ്യന്റെ ചോര കുടിച്ച് ദാഹം തീർക്കുന്ന അമേരിക്കയാണ് ഇസ്രായേലിനെ താങ്ങി നിർത്തുന്നത്. ഈ ധിക്കാരികൾ അവരുടെ ചെവിയിൽ നുള്ളിക്കോട്ടെ. ഇത് ഖുർആനിന്റെ അധ്യാപനമാണ്. ഒരൊറ്റ ധിക്കാരിയോടും കാലം കണക്ക് ചോദിക്കാതെ കടന്നു പോയിട്ടില്ല. നോക്കൂ നിങ്ങൾ, 17,400 കുട്ടികളെ കൊന്നുപോയി. അതിൽ തന്നെ 15,600 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനിയും പലരും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതാണ്. അതിജീവിച്ച കുട്ടികളിൽ പലരും ഒന്നിലധികം യുദ്ധങ്ങളെയും അതിന്റെ ആഘാതങ്ങളെയും സഹിച്ചവരാണ്. അവരെല്ലാം ഇസ്രായേലിന്റെ ഉപരോധത്തിൽ അടിച്ചമർത്തലിന്റെ ആ നിഴലിൽ ജീവിച്ചു പോരുന്നവരാണ്. വെടിനിർത്തി നിങ്ങൾ സമാധാനത്തോടെ ഗസയിലേക്ക് പോരൂ എന്ന് പറഞ്ഞ് ഈ പരിശുദ്ധ റമദാനിൽ അവരെ ചതിച്ചിട്ട് നിരപരാധികളായ പാവങ്ങളായ പെണ്ണുങ്ങളും കുട്ടികളും അവരുടെ ജീവിതത്തിൽ അവരുടെ സമ്പാദ്യമായി ഉണ്ടായിരുന്ന വീടിന്റെ അവശിഷ്ടങ്ങളിൽ എന്തെങ്കിലും വിലപിടിപ്പുള്ളത് ശേഖരിക്കാൻ വേണ്ടി സ്വന്തം ഞങ്ങൾ ഒരു യുദ്ധത്തിനുമില്ല, ഞങ്ങൾ അബലകളാണ്, ഞങ്ങൾ ദുർബലകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗസയിലേക്ക് ആ പാവങ്ങൾ മടങ്ങിയതാണ്. വെടിനിർത്തി എന്ന് തെറ്റിദ്ധരിപ്പിച്ച് പിന്നെയും കുട്ടികളെ കൊന്നൊടുക്കുകയാണ്.
ഇത് അനീതിയാണ്, ഇത് ധിക്കാരമാണ്, ഇത് അല്ലാഹു തആല വച്ചു പൊറിപ്പിക്കാത്തതാണ്. അതുകൊണ്ട് അല്ലാഹു തആല കഴിഞ്ഞ ദിവസങ്ങളിൽ 350 അണുബോംബ് ചാടുന്നതിന് തുല്യമായി പോയി. മ്യാൻമാറിന്റെ നഗരങ്ങൾ അല്ലാഹു തആല കിടുകിടാന്ന് വെറുപ്പിച്ചു കളഞ്ഞു. അല്ലാഹു തആല ഒരിക്കലും ഭൂമിയിൽ വയ്ക്കില്ല. മനുഷ്യന് ഹൃദയമുണ്ടെങ്കിൽ ആ ഹൃദയത്തിൽ മനുഷ്യപ്പറ്റുണ്ടാവണം, സഹിഷ്ണുതയുണ്ടാവണം. ആ ഹൃദയത്തിൽ കനിവുണ്ടെങ്കിൽ മാത്രമേ ഇർഹമോ മൻ ഫിസ് സമാ മൻ ഫിൽ അർളി യർഹമു മൻ ഫിസ് സമാ ശഫീഉനാ റസൂലുള്ളാഹി. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണേ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ മാത്രമേ ആകാശത്തിലുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കുകയുള്ളൂ. എത്ര കുട്ടികളെയാ കൊന്നുകളഞ്ഞത്. അതിനകത്ത് അൽ ജസീറ പുറത്തുവിട്ട ഒരു കണക്ക് കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. എന്താണ്? ഒരു വയസ്സ് തികയാത്ത 825 കുട്ടികൾ, ഒരു വയസ്സുള്ള 895 കുട്ടികൾ, 2 മുതൽ 5 വയസ്സ് വരെയുള്ള 3266 കുട്ടികൾ, അതുപോലെ 6 മുതൽ 10 വയസ്സ് വരെ പ്രായമുള്ള 4032 കുട്ടികൾ, 11നും 14നും ഇടയിലുള്ള 3646 കുട്ടികൾ. ഇങ്ങനെ നോക്കൂ നിങ്ങൾ, കുട്ടികളെ തന്നെയാണ് തെരഞ്ഞു പിടിച്ചു കൊല്ലുന്നത്. സഹാബികൾ നബിയുടെ അടുക്കലേക്ക് വന്നു പറഞ്ഞു, സഹാബെന്താണ് നബിയേ, ശത്രുക്കളുടെ കുട്ടികളെ ഞങ്ങൾ കൊന്നുകളഞ്ഞു നബിയേ. കേട്ടപ്പോൾ നബി തങ്ങൾക്ക് സന്തോഷമാകുമെന്ന് വിചാരിച്ചാണ് സഹാബികൾ വന്നു പറഞ്ഞത്. നബി തങ്ങളുടെ മുഖം വിവർണമായി, മുഖത്ത് ദേഷ്യം വന്നു. മുഖം വിവർണമായ നബി തങ്ങൾ പറഞ്ഞു, ഉദ്ഉ ബിസ്മില്ലാഹ് വഫീ സബീലില്ലാഹ്. ആളുകളെല്ലാവരും ഇവിടെ കയറിയിരുന്നേ. പെരുന്നാൾ നിസ്കാരമായതുകൊണ്ട് ഒരുപാട് ആളുകൾ വരും. അവർ പുറത്തൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങോട്ട് കയറി സഫായി നല്ല ഭംഗിയായി നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് എല്ലാവരും വന്നിരിക്കണം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നല്ല അച്ചടക്കമുള്ള ഒരു ഉമ്മത്താണ് നമ്മൾ. പരിശുദ്ധമായ ഒരു മാസക്കാലം വ്രതമനുഷ്ഠിച്ച് ഇബ്ലീസിനോട് പോരാടി വിജയിച്ച മുഅ്മിനീങ്ങൾക്ക് ഇതെല്ലാം വളരെ നിസ്സാരമാണ്. എല്ലാവരും കയറിയിരിക്കൂ. നബി തങ്ങൾ പറഞ്ഞു, ഉദ്ഉ ബിസ്മില്ലാഹ് വഫീ സബീലില്ലാഹ് വലാ തഅദുറു വലാ തഅലു. നബി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ യുദ്ധത്തിന് പോകണം, നിങ്ങൾ യുദ്ധത്തിന് പോകുന്നത് ഉദ്ഉ ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലാണ് നിങ്ങൾ യുദ്ധത്തിന് പോകുന്നത്. വഫീ സബീലില്ലാഹ്, നിങ്ങൾ ബിസ്മി ചൊല്ലി പോകുന്ന യുദ്ധമുണ്ടല്ലോ, ഫീ സബീലില്ലാഹ്, അല്ലാഹു സ്വർഗ്ഗം വാഗ്ദാനം ചെയ്ത യുദ്ധമാണ്. നിങ്ങൾ അതിന് കവിയരുത്, വഞ്ചന കാണിക്കരുത്. യുദ്ധമാണ്, നിങ്ങൾ അതിര് കവിയാൻ പാടില്ല, വഞ്ചന കാണിക്കാൻ പാടില്ല. നിങ്ങൾ പോകുന്ന വഴിയിൽ നിർജീവങ്ങളായ സസ്യങ്ങൾ ഉണ്ടാകും. ഒടിക്കാനോ തൊടാനോ നുള്ളാനോ മുറിക്കാനോ പാടുള്ളതല്ല. ഹജ്ജിന് പോകുമ്പോ മക്കയിലുള്ള ഒരു പുൽച്ചെടി പോലും പറിക്കാൻ പാടുള്ളതല്ല. ഹജ്ജിന് പോകുന്നവർ കഅബാലയത്തിന്റെ പരിസരത്ത് നിന്നല്ല, അവിടെ ചെയ്യുന്ന അവന്റെ അമലുകൾക്കിടയിലോ അല്ലാതെയോ ചോറ് പണിക്കണ ബീരാൻകുട്ടിക്കാർക്ക് എല്ലാ വർഷമുള്ള പിരിവാണ് ഈ ബക്കറ്റ് പിരിവ്. അപ്പൊ അതെല്ലാവരും സഹകരിക്കുക. അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. പരിശുദ്ധമായ കഅബാലയത്തിൽ ചെന്നാൽ അവിടത്തെ ഒരു പുൽച്ചെടി പോലും പറിക്കരുതെന്നാണ്. അതുകൊണ്ടാണ് മസ്ജിദുൽ ഹറാം നിരോധിത മേഖല. മസ്ജിദുൽ ഹറാം, ഹറാം എന്ന് പറഞ്ഞാൽ അവിടെ അകാരണമായി തന്റെ ഉപ്പയെ കൊന്ന കൊലയാളിയാണ്. ഹജ്ജിന് ചെന്നപ്പോൾ തന്റെ കൂടെ തവാഫ് ചെയ്യാനുണ്ട്, പ്രതികാരം ചെയ്യാൻ പാടില്ല. ശഫീഉനാ റസൂലുള്ളാഹി.
അങ്ങനെ ഇരിക്കെ ഇസ്ലാമിന്റെ നിയമം ഉദ്ഉ ബിസ്മില്ലാഹ് വഫീ സബീലില്ലാഹ് വലാ തഅ്തുറു വലാ തഅലു. അതിര് കവിയരുത്, വഞ്ചന കാണിക്കരുത്. ശത്രുവാണ്, അവന്റെ മുഖത്ത് നിങ്ങൾ മുറിവേൽപ്പിക്കരുത്. അവന്റെ ചെവി ചൊഴിയരുത്, അവന്റെ നാക്ക് പിഴുതെടുക്കരുത്, അവന്റെ മുഖം വിവരണമാക്കരുത്. ശത്രുവാണെന്ന് പോലും ശത്രുവാണെന്നുള്ള പരിഗണന കൊടുക്കണം. വലാ തഖ്തുലൂ ശൈഖൻ കബീറ. നിങ്ങൾ പോകുമ്പോൾ, യുദ്ധത്തിന് പോകുമ്പോൾ പ്രായം ചെന്നവരെ നിങ്ങൾ കാണും, പക്ഷേ പ്രായമുള്ളവരെ യുദ്ധത്തിന് പോകുമ്പോൾ വലാ തഖ്തുലൂ ശൈഖൻ കബീറ. പ്രായം ചെന്നവരെ കൊല്ലല്ലേ സഹാബ. വലാ ബലീദൻ. പോകുന്ന വഴിയിൽ നിങ്ങൾ കൊച്ചുകുട്ടികളെ കാണും, ആ കുട്ടികളെയും നിങ്ങൾ കൊല്ലല്ലേ. വലംറാതൻ. പെണ്ണുങ്ങളെയും കാണും, പെണ്ണുങ്ങളെയും നിങ്ങൾ കൊല്ലരുത്. ശഫീഉനാ റസൂലുള്ളാഹി. അതാണ് ഒരു മനുഷ്യന്റെ, ഏത് മനുഷ്യനാണെങ്കിലും ഒരു മനുഷ്യന്റെ മുഖത്തെ നമ്മൾ ബഹുമാനിക്കണം. അവനോടുള്ള റെസ്പെക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ പറഞ്ഞ മുഖത്തടിക്കരുത്. ഒരാളുടെ മുഖമെന്നത് പരിശുദ്ധമാണ്. അൽ വജ്ഹു മിർആത്തുൽ ഖൽബി. ഹൃദയത്തിന്റെ കണ്ണാടിയാണ് ഒരു മനുഷ്യന്റെ മുഖമെന്നത്. എന്റെ സ്വഭാവം എങ്ങനെയുണ്ടെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന എന്റെ മുഖത്തേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ ഇതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയം എങ്ങനെയാണെന്ന് അതിന്റെ പ്രതിബിംബമാണ് നിങ്ങളുടെ മുഖത്തുള്ളത്. ഈ ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളും അല്ലാഹുവിന്റെ മുന്നിൽ വന്ന് കൈകെട്ടിയാൽ അവൻ വന്നാ പറയുന്നത് വജ്ഹതു ആണ്, ദുആഉൽ ഇഫ്തിതാഹാണ്. വജ്ഹതു വജ്ഹിയല്ലദീ ഫതറ സമാവാതി വൽ അർളി. ആകാശ ഭൂമികളെ സൃഷ്ടിച്ച അല്ലാഹ് എന്റെ മുഖത്തെ ഞാൻ നിന്നിലേക്ക് കീഴ്പ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് യുദ്ധത്തിന് പോകുമ്പോൾ കുട്ടികളെ കൊല്ലരുത്, പെണ്ണുങ്ങളെ കൊല്ലരുത്, അതുപോലെ പ്രായം ചെന്നവരെ കൊല്ലരുത്. ശത്രുനിയുമായി രണാങ്കളത്തിൽ മുഖാമുഖം പോരടിക്കാൻ തയ്യാറാവുന്നത് വരെ അവനോട് യുദ്ധം ചെയ്യരുത് എന്ന് പ്രഖ്യാപിച്ച മതത്തിന്റെ ഉടമയാണ് ശഫീഉനാ റസൂലുള്ളാഹി. ഈ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ്. ഒരു മനുഷ്യനും ചോദിക്കാനില്ലാതെ ഈ കഴിഞ്ഞ റമദാൻ മുഴുവനും ചതിയിലൂടെ ഗാസയിലെ പൊന്നോമന മക്കളെ വംശീയ ഉന്മൂലനമാണ് ഉദ്ദേശിക്കുന്നത്. അവൻ കൊന്നുകളഞ്ഞുകൊണ്ടിരിക്കുന്നു. ഫറോവ കൊന്നത് 70,000 കുട്ടികളെയാണെങ്കിൽ ഇത് അതിനേക്കാളും ക്രൂരമാണ്. ചതിയിലൂടെയാണ് പാവങ്ങളെ പരിശുദ്ധമായ റമദാനിൽ കൊന്നുകളഞ്ഞുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും ആ ഒരു ചിന്ത വേണം. എന്റെയും നിങ്ങളുടെയും മക്കൾ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ പെരുന്നാളിന് പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് ഉപ്പയുടെ കൈ പിടിച്ച് സമാധാനത്തോടെയും സ്വസ്ഥതയോടെയും മസ്ജിദുകളിലേക്ക് പോകുമ്പോൾ ഒരു നേരം ഒരു തുള്ളി കണ്ണുനീര് നമുക്ക് ആ പൊന്നോമന മക്കൾക്ക് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഒരുക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. ഈ ഒരു മാസക്കാലം നേടിയെടുത്ത ആത്മീയ ചൈതന്യം നിസ്കാരം കഴിഞ്ഞ് എമ്പുരാനിന്റെ ക്യൂവിലേക്ക് പോയി ആത്മീയ ചൈതന്യം കളയല്ലേ മുസ്ലിമേ. നിന്റെ ഈമാൻ നീ പരിശോധിച്ചു നോക്കണം. ഈ ഒരു മാസക്കാലം നീ എടുത്ത നോമ്പിന്റെ ആത്മീയ ചൈതന്യം കൊണ്ട് അടുത്ത റമദാന് വേണ്ടി നീ കാത്തിരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആരാണ് നമ്മുടെ ഈ സ്ഥലത്തിലേക്ക്, പള്ളിക്ക് വേണ്ടി സ്ഥലം മേടിക്കുന്നതിലേക്ക്, ഈ ബറക്കത്താക്കപ്പെട്ട ഖൈറാക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ഈ സുന്ദരമായ ഈ സമയത്ത് ഈ സദസ്സിൽ ആരെങ്കിലും ഉണ്ടോ? ഒരു 50,000 രൂപ അരസെന്റ് സ്ഥലത്തിന്റെ ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ സ്ഥലത്തിലേക്ക് ഒരു 50,000 രൂപ പെരുന്നാളിന്റെ ഏറ്റവും നിറഞ്ഞ ഈ സദസ്സില് അല്ലാഹു തആല നമ്മുടെ അമലുകൾ സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ഒരുമിച്ച് കൂടി അത് സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ കൊടുത്ത പൈസകൾ സ്വീകരിക്കണം അല്ലാഹുവേ. ഇതര സഹോദര തൊഴിലാളികൾ പലരും നമുക്ക് സംഭാവനകൾ തന്നിട്ടുണ്ട്. ഈ വന്നവരെല്ലാവരും തന്നവരാണ്. അല്ലാഹുവേ, നീ സ്വീകരിക്കണം അല്ലാഹ്.
ഈ ദിവസത്തിൽ ആരെങ്കിലും നമ്മുടെ പള്ളിയിലേക്ക് സ്ഥലം വാങ്ങിക്കുന്നതിലേക്ക് ആരെങ്കിലും ആരാണെന്ന് ഹദിയ ചെയ്യുക. ഒരു 1/4 സെന്റിന്റെ 25,000 രൂപ ആർക്കെങ്കിലും തരാനാകുമോ? 1/2 സെന്റില്ലെങ്കിൽ വേണ്ട, ഒരു 1/4 സെന്റ് ആരാണുള്ളത്? ഇന്നലെ ഒരു സഹോദരൻ 1/2 സെന്റ് പൈസ, 1/2 സെന്റ് ഭൂമിയുടെ പൈസ ഓഫർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഉസ്താദ്, ആളുകളുടെ മുന്നിൽ വെച്ച് എനിക്ക് ഇത് പറയാൻ ഒരു നാണമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അങ്ങനെ നാണമുള്ളവരും പേര് പബ്ലിക്കാക്കണ്ട എന്ന ആഗ്രഹമുള്ളവരും അതിന്റെ പരിപാലകരുമായി ബന്ധപ്പെടുക. അല്ലാഹു അക്ബർ. നമ്മുടെ സലീം എന്ന സഹോദരൻ 1/4 സെന്റിന്റെ പൈസ പള്ളിയിലേക്ക് ഈ ബറക്കത്താക്കപ്പെട്ട ഇസ്ലാമിന്റെ ആഘോഷ ദിവസം അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്. മക്കളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. ജോലിയിൽ ആഫിയത്തും ആരോഗ്യവും ബറക്കത്തും ചൊരിയണേ അല്ലാഹ്. ശരീരത്തിന് ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ അദ്ദേഹത്തിന്റെ കുടുംബജീവിതം സന്തോഷത്തിലാക്കണേ റബ്ബേ. അല്ലാഹുവേ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സ്വതക്കയാക്കണേ അല്ലാഹ്. ആരെങ്കിലും സമയത്ത് ഞാൻ പറയാനുണ്ടോ? വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഈ നിറഞ്ഞ സദസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. അടുത്ത റമളാന് ഞാനോ നിങ്ങളോ സ്വന്തമായിട്ടാണോ എന്നത് അല്ലാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണ്. ആ സഹോദരൻ പള്ളിക്ക് വേണ്ടി ഒരു സൽക്കർമ്മം പറയണേ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ സദഖ ചെയ്തവരാണ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സ്ഥലം മേടിക്കുന്നതിലേക്ക് സഹായങ്ങൾ ചെയ്തവരാണ്, സ്വീകരിക്കണേ അല്ലാഹ്. പല വിധത്തിലുള്ള മുറാദുകളുള്ളവരുണ്ട്. ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ചവരുണ്ട്, ഉംറയ്ക്ക് പോകാൻ ഉദ്ദേശിച്ചവരുണ്ട്. എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവർക്കെല്ലാവരുടെയും സ്ഥലം മേടിക്കണേ അല്ലാഹ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. അല്ലാഹു അത് സ്വീകരിക്കുമാറാവട്ടെ. വളരെ ശക്തിയായ മക്കളെയും വളരെ ചുരുങ്ങിയ രൂപത്തിലുള്ള നിസ്സാരത്തിൽ ആദ്യത്തെ റക്അത്തിൽ 7 തക്ബീറും രണ്ടാമത്തെ റക്അത്തിൽ 5 തക്ബീറും ബറക്കത്ത് കൊണ്ട് നീ സബലി സുന്നത്താണ് ഈദുൽ ഫിത്രി റക്അത്തൈനി മുതവജ്ജിഹൻ കൊടുക്കുന്നതിലും അദാഇന്റെ ബറക്കത്ത് കൊണ്ട് നീ പൊറുക്കണേ അല്ലാഹ്. നീ സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. നമസ്കരിക്കുന്നു ബറക്കത്ത് കൊണ്ട് കൈകെട്ടുക. മക്കളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. മാതാവിന്റെ അസുഖങ്ങൾ ഓതിക്കഴിഞ്ഞാൽ അവൻ ആദ്യമായി എന്താണ് തക്ബീർ. എന്ത് രോഗമാണെങ്കിലും ശേഷം ചെയ്യാം. ഫാത്തിഹയും സൂറയും ഓതുക. ഇവർക്ക് വേണ്ടി രണ്ടാമത്തെ റക്അത്തിൽ അല്ലാഹ് നീ കൊടുക്കണേ റബ്ബേ. സുജൂദിൽ നിന്നും ഖിയാമിലേക്ക് വന്നാൽ 5 തക്ബീർ, ഇർതികാലാത്തിന്റെ തക്ബീർ കൂടാതെ 5 തക്ബീർ. ഓരോ തക്ബീറിന്റെ ഇടയിലും സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഗൾഫിലുള്ള സഹോദരിയുടെ തക്ബീറിൽ മഅ്മൂമീങ്ങൾ തക്ബീർ പതിയെ ചെല്ലലാണ് സുന്നത്ത്. പെരുന്നാൾ നിസ്കാരത്തിന്റെ തക്ബീറിൽ ഓരോ തക്ബീറുകളും അവർക്ക് ഞങ്ങളുണ്ട്. ഓരോ തക്ബീറുകൾക്കിടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി പള്ളിക്ക് തക്ബീർ ചെല്ലുക. മുറാദുകൾ ഹാസിലാക്കണേ. തക്ബീർ ചൊല്ലാൻ പോയി, ഒരെണ്ണം കുറഞ്ഞു പോയി, നിസ്കാരം പറയേണ്ട ആവശ്യമില്ല. രോഗങ്ങളെ തൊട്ട് കൂടിയാലും എണ്ണം കുറഞ്ഞാലും അത് നിസ്കാരത്തെ ബാധിക്കില്ല. മുറാദുകളായും 5-6 സ്വീകരിക്കണേ. എന്നാൽ
കൊടുത്തവരെ നീക്കേണ്ട കാര്യമില്ല. ഇമാം ഏതൊരു പൊസിഷനിലാണോ റഹ്മാനെ ഇമാമിനെ തുടർന്നാൽ മതി. പൈസ കൊടുത്തുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞവരാരെല്ലാം ഉണ്ടോ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് അവരെ എല്ലാവരെയും നീ സ്വീകരിക്കണമല്ലോ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ അവർക്ക് നീ ആഫിയത്തും ആരോഗ്യവും കൊടുക്കണമല്ലോ. ഉസ്താദുമാർക്ക് ഭക്ഷണം തന്നവരുണ്ട്, നീ സ്വീകരിക്കണമല്ലോ. അല്ലാഹുവേ ഉസ്താദുമാർക്ക് ചിലവ് തരുന്നവരുണ്ട്, നീ സ്വീകരിക്കണമല്ലോ. ഗൾഫിൽ 50,000 രൂപ തന്നിട്ടുണ്ട്, അല്ലാഹുവേ 1,00,000 രൂപയാണ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. കാരുണ്യവാനായ റബ്ബേ, പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത സഹോദരനാണ്, സ്വീകരിക്കണേ അല്ലാഹ്. ആ പൊന്നുമോളെ അനുഗ്രഹിക്കണേ അല്ലാഹ്, മരുമക്കളെ അനുഗ്രഹിക്കണേ അല്ലാഹ്, കുടുംബ ജീവിതത്തിൽ സന്തോഷം കൊടുക്കണം അല്ലാഹ്, സമാധാനം അവർ ചെയ്ത സ്വതകൾ സ്വീകരിക്കണേ അല്ലാഹ്, ദാനധർമ്മങ്ങൾ കബൂലാക്കണേ അല്ലാഹ്. അവർക്ക് സഹായം ചെയ്തതുമായ സ്വീകരിക്കണേ സമയമാണ്. ഒരാളെയും നീ പാഴാക്കല്ല അല്ലാഹ്, നമ്മുടെ മുഴുവൻ സദഖകളും നീ കബൂലാക്കണം അല്ലാഹ്. പള്ളിക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുത്തവരുണ്ട്, നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഏപ്രിൽ 6-ാം തീയതി ഉംറയ്ക്ക് പോകുന്നവരുണ്ട്, ഒരുപാട് ആളുകൾ ഈ നാട്ടിൽ നിന്ന് ഉംറയ്ക്ക് പോകുന്നുണ്ട്, കുടുംബസമേതവും അല്ലാതെയും പോകുന്നുണ്ട്, നീ സ്വീകരിക്കണേ അല്ലാഹ്. മഖ്ബൂലും മബ്റൂറുമായ ഉംറയും സിയാറത്തും നടത്താനുള്ള ഭാഗ്യം കൊടുക്കണം അല്ലാഹ്. ഹജ്ജിന് പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവരുണ്ട്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ആരെയും നീ പാഴാക്കല്ലേ അല്ലാഹ്. ഈ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും നീ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങൾക്കെല്ലാവർക്കും നീ കരുണ ചെയ്യണം അല്ലാഹ്, ഞങ്ങൾക്കെല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്, ഞങ്ങളെ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, കൈമുറിഞ്ഞിരിക്കുന്ന ഒരു സഹോദരൻ ദുആ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു, നീ സ്വീകരിക്കണം അല്ലാഹ്, നീ കബൂലാക്കണേ റബ്ബേ. ഒരു മുസൽമാന്റെ ശരീരത്തിൽ ഒരു മുള്ള് തറയ്ക്കുന്നത് പോലും നന്മയാണ്, ഖൈറാണ്. അല്ലാഹുവേ, നീ ശിഫയാക്കണേ അല്ലാഹ്, നീ ആഫിയത്തും ആരോഗ്യവും കൊടുക്കണം അല്ലാഹ്. അല്ലാഹുവേ, പള്ളിയിലേക്ക് കൊടുക്കുന്ന ഒരാളെയും നീ ഒന്നും പാഴാക്കല്ല റഹ്മാനേ. അതൊരു കാരക്കയാണെങ്കിലും വിഭവങ്ങളാണെങ്കിലും എന്താണെങ്കിലും നീ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ, രഹസ്യമായി ചെയ്യുന്ന സദഖ അറിയുന്നവനെ എല്ലാം നീ ജാരിയായ സദഖയായി സ്വീകരിക്കണം അല്ലാഹ്. വാഖിറു ദഅവാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.